രാധേ രാധേ, ഗുഡ് മോർണിംഗ്. കൊട്ടാരം വിട്ടിറങ്ങിയ ഗൗതമ ബുദ്ധന്റെ അടുക്കൽ ഒരു ചക്രവർത്തി എത്തിച്ചേർന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ നോക്കൂ, നീ നിന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു പോവുക. നീ സന്യാസി ആകേണ്ടവനല്ല. എൻ്റെ മകൾ അതീവ സുന്ദരിയാണ്, അവളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. അപ്പൊ ഗൗതമ ബുദ്ധൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് പറയുന്നു അങ്ങയുടെ മകൾ വളരെ സുന്ദരിയാണെന്ന്. ഈ സൗന്ദര്യം എന്നേക്കുമായി നിലനിൽക്കുന്നതാണോ? ഒരു ദിവസം അവള് വൃദ്ധയാകില്ലേ? അപ്പൊ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ വിചിത്രമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാവരും വൃദ്ധരാകും. അപ്പൊ ബുദ്ധൻ ചോദിച്ചു, അങ്ങ് വിചാരിക്കുന്നു അവൾ ഒരിക്കലും മരിക്കില്ലെന്ന്? രാജാവ് ചിരിച്ചു. രാജാവ് പറഞ്ഞു, നിങ്ങൾ ആളൊരു രസികനാണല്ലോ, എല്ലാവരും മരിച്ചു പോകും. അപ്പൊ ഗൗതമ ബുദ്ധൻ പറഞ്ഞു, മരിച്ചു പോകുന്ന ഒരാളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, അവൾ നാളെ തന്നെ മരിക്കാനൊന്നും പോകുന്നില്ല. ബുദ്ധൻ പറഞ്ഞു, അങ്ങേക്ക് യാതൊരു ഉറപ്പും തരാനാകില്ല. അങ്ങേക്ക് ഉറപ്പുണ്ടോ നാളെ അങ്ങ് ജീവനോടെ ഉണ്ടായിരിക്കും, അങ്ങയുടെ മകള് ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന്? രാജാവ് പറഞ്ഞു, ഞാൻ അതേപ്പറ്റി ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അദ്ദേഹം വല്ലാതെ പരിഭ്രാന്തനായി. ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ജീവനോടെ ഉണ്ടാകുമെന്ന്, എന്നാൽ ഉറപ്പില്ല. അപ്പൊ ഗൗതമ ബുദ്ധൻ പറഞ്ഞു, അതെ, അന്വേഷിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ, അങ്ങേക്ക് ദൈവം ദാനമായി തരുന്ന ദിവസങ്ങൾ അന്വേഷണത്തിനായി ഉപയോഗിക്കുക. നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ട്, അതിനെ കണ്ടെത്തുക. നിങ്ങളുടെ യുവത്വം ഒരു ദിവസം അപ്രത്യക്ഷമാകും. നിങ്ങളുടെ സൗന്ദര്യം ഒരു ദിവസം മാഞ്ഞു പോകും. നിങ്ങളുടെ സാമ്രാജ്യം അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഒരു ദിവസം നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ അത് മറ്റാരുടേതോ ആകും. അങ്ങനെ നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകാത്ത എന്തോ ഒന്നുണ്ട്, അതിനെ കണ്ടെത്തുക. അതിനുള്ള അന്വേഷണത്തിലാണ് ഞാൻ. ആയിരിക്കും നിങ്ങളോട് പറയാൻ അതാണുള്ളത്. നോക്കൂ, നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാൻ പറ്റാത്ത ഒന്നുണ്ട്. നിങ്ങളിൽ നിന്ന് യൗവനം എടുത്തു മാറ്റാൻ പറ്റും, സൗന്ദര്യം എടുത്തു മാറ്റാൻ പറ്റും. എടുത്തു മാറ്റാൻ പറ്റാത്ത ഒന്നിനെ തേടിയുള്ള യാത്ര. പ്രണയിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കിയാൽ പോലും അവൾ ഒരു ദിവസം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞേ തീരൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്ത ആ ഒന്നിനെ തേടിയുള്ള യാത്ര, അതിനെയാണ് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ യാത്ര ആരംഭിക്കൂ. ഓപ്പോസിറ്റ് സെക്സിനോട് അമിതമായ താല്പര്യം പറയുന്നവരും ഈ വീഡിയോ കേൾക്കുക. അപ്പൊ ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ അന്വേഷണം തുടരുക. നിങ്ങൾക്ക് ജ്ഞാനോദയം ഉണ്ടാകട്ടെ. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.